ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ എന്താ പറയുന്നത്? ലെറ്റ് എസ് സി ഈക്വൽ ടു സെറ്റ് ഓഫ് സെഡ് ബിലോങ്സ് ടു സി. സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. മോഡ് സെഡ് മൈനസ് 1 ഈക്വൽ എന്താണ്? 1 ആണ്. ആൻഡ് √2 മൈനസ് 1 ഇൻറ്റു സെഡ് പ്ലസ് സെഡ് ബാർ മൈനസ് ഐ ഇൻറ്റു സെഡ് മൈനസ് സെഡ് ബാർ ഈക്വൽ എന്താണ്? 2√2 ആണ്. രണ്ട് ഇക്വേഷൻസ് ഇവിടെ, ഒന്ന് ഇതാണ്, ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. പിന്നെന്താ? ലെറ്റ് Z1 ആൻഡ് Z2 ബിലോങ്സ് ടു എസ് സച്ച് ദാറ്റ് മോഡ് Z1 ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡ് Z ആൻഡ് മോഡ് Z2 ഈക്വൽ ടു മിനിമം ഓഫ് മോഡ് Z. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് √2 Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു. ഇവിടെ പറയുന്ന കാര്യം എന്താ? അതായത് ഇതാ എസ് എന്ന് പറഞ്ഞാൽ രണ്ട് പേരുണ്ട്. ആരൊക്കെയാ? ഒന്ന് മോഡ് Z മൈനസ് 1 ഈക്വൽ 1 ആൻഡ് വേറൊരു ഇക്വേഷനും കൂടി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരല്ലടാ എസ് എന്ന് പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്ക്. എസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, ഈ ഒരു ഇക്വേഷനും ഉണ്ട് അല്ലേ, രണ്ടുമുണ്ട്. അപ്പോൾ എസ് എന്താണ്? ആ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുക? ആ രണ്ട് ഇക്വേഷനും കണ്ടുപിടിക്കുക, ആ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് ആദ്യം ഞാൻ ചെയ്യേണ്ട കാര്യം. സോ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക. എന്താണ്? മോഡുലസ് ഓഫ് Z മൈനസ് 1 ഈക്വൽ 1. നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ നമ്മൾ സോൾവ് ചെയ്യുമ്പം ആക്ച്വലി അറിയുന്നവർക്ക് അറിയാം എന്താണ് ഇത് സർക്കിളാണ്. ഓക്കെ, എനിവേ അത് അറിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മളെങ്ങനെയാണ് നോർമലി കോംപ്ലക്സ് നമ്പർ സോൾവ് ചെയ്യുക? ആ കോംപ്ലക്സ് നമ്പറിന് ജനറൽ ആയിട്ട് എന്ത് ചെയ്യുക? എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ Z എന്താ? ആക്ച്വലി Z ഈസ് എക്സ് പ്ലസ് ഐ വൈ. അത് കൊടുക്കുമ്പോൾ എന്താ പറയുക? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് 1 ഈക്വൽ 1 അല്ലേ. അല്ലേ, ഇതിന് ഞാൻ എന്ത് എഴുതാം? ആദ്യം എക്സ് മൈനസ് 1 എഴുതാം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് ഐ വൈ ഈക്വൽ ടു എന്താണ്? 1 അല്ലേ. എടാ ഇയാളുടെ മോഡുലസ് എന്താ? എടാ മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ. അല്ലേ, മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഇയാളുടെ മോഡുലസ് എന്താ? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. എന്താ വരിക? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 അല്ലേ. രണ്ട് ഭാഗത്തും സ്ക്വയർ എന്ന് മാറും. യെസ്, എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നാവും. ഇതാണ് ഇക്വേഷൻ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എന്താണ്? സർക്കിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? ഇതാ √2 മൈനസ് 1 ഇൻറ്റു Z പ്ലസ് Z ബാർ മൈനസ് ഐ ഇൻറ്റു Z മൈനസ് Z ബാർ ആരാ? 2√2 ആണ്. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ. ഇവിടെ Z ആരാ? നമുക്കറിയാം Z എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് പ്ലസ് ഐ വൈ. അങ്ങനെയെങ്കിൽ Z ബാർ എന്തായിരിക്കും? അല്ല, Z എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിലേ Z ബാർ എക്സ് മൈനസ് ഐ വൈ അല്ലേ. അപ്പോൾ ഇതെന്താ വരിക? √2 മൈനസ് 1 ഇൻറ്റു Z ആരാ? Z ഈസ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് Z ബാർ ഈസ് എക്സ് മൈനസ് ഐ വൈ മൈനസ് ഐ ഇൻറ്റു അഗെയിൻ Z ഈസ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് Z ബാർ ഈസ് എക്സ് മൈനസ് ഐ വൈ ഈക്വൽ ടു എന്താ? 2√2 എന്നായില്ലേ അല്ലേ. എന്തായത് ഇവിടെ Z ഉള്ള ഭാഗത്ത് എക്സ് പ്ലസ് ഐ വൈ എന്നും Z ബാറിന് എന്ത് കൊടുത്തു? എക്സ് മൈനസ് ഐ വൈ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്താ വരിക? √2 മൈനസ് 1 ഇൻറ്റു ഐ വൈയും പോയി. ബാക്കി ആരാ? എക്സ് പ്ലസ് എക്സ് എന്താ? 2x ആണ്. മൈനസ് ഐ. എടാ ഇവിടെ എക്സും എക്സും പോകൂലേ. ബാക്കി ആര് വരിക? ഐ വൈ മൈനസ് ഓഫ് മൈനസ് ഐ വൈ പ്ലസ് ഐ വൈ അല്ലേ. എന്താ വരിക? 2IY ഈക്വൽ ടു ആരാ? 2√2. ഇതെന്താ വരിക? ഇത് 2 ഇൻറ്റു √2 മൈനസ് 1 ഇൻറ്റു എക്സ് അല്ലേ. 2 ഇൻറ്റു √2 മൈനസ് 1. യെസ്, 2 ഇൻറ്റു √2 മൈനസ് 1 ഇൻറ്റു എക്സ്. എടാ മൈനസ് ഐ ഇൻറ്റു അല്ലെങ്കിൽ ഐ ഇൻറ്റു ഐ നമുക്കറിയാം ഐ സ്ക്വയർ ആണ്. ഐ സ്ക്വയർ എന്താ? -1 ആണ്. ആ മൈനസ് ഈ മൈനസ് പ്ലസ് ആവൂലേ. ബാക്കി എന്താ വരിക? പ്ലസ് 2y ഈക്വൽ ടു 2√2. വേണമെങ്കിൽ 2ഉം ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ എന്താ വരണ? √2 മൈനസ് 1 ഇൻറ്റു എക്സ് √2 മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് y ഈക്വൽ ടു ആരാ? √2. ഇതാണ് ഇക്വേഷൻ നമ്പർ 2 അല്ലേ. അങ്ങനെ രണ്ട് ഇക്വേഷൻ, രണ്ട് കോംപ്ലക്സ് നമ്പറാണ്. ആ രണ്ട് കോംപ്ലക്സ് നമ്പറിൽ സെഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ കിട്ടി കൊടുത്തപ്പോൾ എന്ത് കിട്ടി? രണ്ട് ഇക്വേഷൻസ് കിട്ടി. നമുക്കറിയാം എസ് എന്ന് പറഞ്ഞാൽ ആരാ?
എസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ ആണ്. അതായത് ആ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന കോംപ്ലക്സ് നമ്പർ അല്ലേ എസ് എന്ന് പറഞ്ഞാൽ. സോ ആ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കോംപ്ലക്സ് നമ്പർ കാണാം. എങ്ങനെ കാണാം? ആ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ ഒരു വേരിയബിൾ എങ്ങനെ കാണാം? ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ പോരെ അല്ലേ? അപ്പം എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2, ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 2, രണ്ടും എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 2 ആരാ? അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ആരാ? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആരാ? 1 അല്ലേ? എടാ ഇവിടെ വൈക്ക് പകരം ഇവിടെ ഇവിടെ നിന്നുള്ള വൈ കൊണ്ടുവരാം. ഇവിടെ വൈ ആരാ? ഈ √2 - 1 എക്സ് ഇങ്ങോട്ട് പോയാൽ എന്തായി? വൈ ഈക്വൽ ടു √2 - 1 എക്സ് അല്ലേ? ഈ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്തായി മാറും? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. വൈ ആരാ? ഇയാളല്ലേ? അപ്പം എന്താ? √2 - 1 എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ആരാ? 1 ആണ്. ഇത് നമുക്ക് കിട്ടി. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് അറിയേണ്ട കാര്യം എന്താ? നമുക്കിത് സോൾവ് ചെയ്യാണ്. നമുക്ക് അറിയേണ്ട കാര്യം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസാണ് അല്ലേ? ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് അല്ലേ? നിങ്ങൾ ഇവിടെ നോക്കുക. എടാ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന് അറ്റ് പ്രസൻറ്റ് എനിക്ക് കാണാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇതേ സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സൊല്യൂഷൻ കിട്ടിയാലേ ആ സോൾവ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ നമുക്ക് കുറക്കാലോ അല്ലേ? അപ്പോൾ ആ ഒരു ഐഡിയ നോക്കാം. എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ? ഞാൻ എക്സിന് 1 കൊടുത്തു എന്ന് വിചാരിക്കും. എക്സിന് 1 കൊടുത്താലേ ഇത് 0 പോലെ ബാക്കി വരിക. ഇവിടെ 1 അല്ലേ വരിക? ഇതെന്താ? √2 - √2 എന്തായി? 0 മാറിയില്ലേ? -1 -1 1 അല്ലേ വരിക? -1 1 അല്ലേ? 1 സ്ക്വയർ എന്താ? 1 അല്ലേ? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു സൊല്യൂഷനാണ്. ഒരു സൊല്യൂഷൻ ആരാ? എക്സ് ഈക്വൽ 1 ആണ്. അത് കിട്ടി അല്ലേ? വേറെ ഒരു സൊല്യൂഷനും എനിക്ക് കിട്ടുന്നില്ല. ഞാനേ ഡയറക്റ്റായിട്ട് ബൈ ഇൻസ്പെക്ഷൻ എന്ത് കണ്ടുപിടിച്ചു? എക്സ് ഈക്വൽ 1 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. പുതിയ വേറൊരു സൊല്യൂഷനൊന്നും എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും ഞാൻ എക്സ്പാൻഡ് ചെയ്തു. വാട്ട് ഈസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ? നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 2x + 1 ആണ്. പ്ലസ് ഇതും a - b ഹോൾ സ്ക്വയർ അല്ല? എന്താ വരിക? a സ്ക്വയർ √2ൻ്റെ സ്ക്വയർ എന്താ? 2 മൈനസ് 2√2 ഇൻറ്റു √2 - 1 എക്സ് പ്ലസ് രണ്ടാമത്തെ ആളുടെ സ്ക്വയർ എന്താ? √2 - 1 സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ? ഇതാരാ? 1 ആണ്. ഞാൻ ഈ 1ഉം ക്യാൻസൽ ആക്കി. ഇനി എക്സ് സ്ക്വയർ ടേമിനെ ഒരുമിച്ച് ചെയ്ത് എക്സ് സ്ക്വയർ ആരൊക്കെയാ? ഇതാ എക്സ് സ്ക്വയർ കോമൺ ആക്കി എടുത്ത് ബാക്കി ആരാ? 1 പ്ലസ് ഇവിടെ 1 ഉണ്ടാവും. ഇവിടെ ആരാ? √2 - 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇനി എക്സിൻ്റെ ടേം കോമൺ ആക്കി എടുത്ത് എന്താ വരിക? ഇതാ ഞാൻ -2 കോമൺ ആക്കി എടുത്തു, അല്ലെങ്കിൽ മൈനസ് കോമൺ ആക്കി എടുത്തു. ബാക്കി എന്താ വരിക? 2x പ്ലസ് 2√2 ഇൻറ്റു √2 - 1 എക്സ്. ഓക്കെ സോറി, -x കോമൺ ആക്കി എടുത്തിട്ടോ. -x കോമൺ ആക്കി എടുത്ത് വരിക? നമുക്കറിയാം യെസ് 2 പ്ലസ് 2√2 ഇതെവിടെ ആരല്ലേ? 2√2 ഇൻറ്റു √2 - 1 എന്ന് എഴുതി ഞാൻ അല്ലേ? ദെൻ അവസാനം കോൺസ്റ്റന്റ് ടേം വരാ. ഇവിടെ ഞാൻ കട്ട് ചെയ്ത് 2ഉം 1 ആണ്. 2ഉം 1 അല്ല, 1ഉം കട്ട് ചെയ്യാം. ഇവിടെ 2 ഉണ്ടാവേ. ഓക്കെ, അപ്പോൾ +2 ഉണ്ടാവും. ഈക്വൽ 0. മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുമില്ല, ഞാനിത് എക്സ്കോൻ്റെ ടേം ഒരുമിച്ച് എഴുതി, ദെൻ എക്സിൻ്റെ ടേം ഒരുമിച്ച് എഴുതി, കോൺസ്റ്റൻറ്റ് ഏതാണോ ആ കോൺസ്റ്റൻറ്റിന് ഞാൻ അവിടെ എഴുതി വെച്ചു. അതാണ് അവിടെ നടന്ന കാര്യം. ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനി നോക്കേണ്ട കാര്യം, എടാ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു റൂട്ട് എനിക്ക് നോർമലി ആദ്യം തന്നെ കിട്ടിയില്ല. അതാരാ? 1 അല്ലേ? രണ്ടാമത്തെ റൂട്ട് കിട്ടാൻ വെറുതെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ എന്താ? -b + (-) √(b²) - 4ac/2a എന്നതിലേക്ക് കടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഒരു സൊല്യൂഷൻ 1 ആണ്. അതിനെ ഞാൻ ആൽഫ എന്ന് വിളിച്ചു എന്നായിരിക്കും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ ആൽഫയും ബീറ്റ അല്ലേ? അപ്പോൾ ഇവിടെ ആൽഫ എന്താ? 1 ആണ്. എടാ ആൽഫ 1 കിട്ടിയ രണ്ടാമത്തെ സൊല്യൂഷൻ ബീറ്റ അല്ലേ? എങ്ങനെ കിട്ടാ ബീറ്റ? എടാ നമുക്കറിയാം ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ c/a അല്ലേ? ഇവിടെ c ആരാ? 2 അല്ലേ? 2/a ആരാ? എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് അല്ലേ? എന്താ വരിക? 1 പ്ലസ് √2 - 1 ഹോൾ സ്ക്വയർ അല്ലേ വരിക അല്ലേ? ദാറ്റ് ഈക്വൽ ടു 2/1 പ്ലസ് എന്താ? √2 - 1 ഹോൾ സ്ക്വയർ 2 മൈനസ് 2√2 + 1 അല്ലേ? ഇതെന്താ വരിക? 2 ഡിവൈഡഡ് ബൈ 1 + 2 3 ആണ്, 3 + 1 4 ആണ്, 4 മൈനസ് 2√2. 2 കൊണ്ട് ഡിവൈഡ് എന്ത് വരും? 1/2 മൈനസ് √2 അല്ലേ? എല്ലാ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം എന്തായി? 1/2 മൈനസ് √2. ഇതാരാ? ആൽഫ ഇൻറ്റു ബീറ്റ അല്ലടാ?
ആൽഫ 1 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയില്ലേ. അപ്പം 1 × ബീറ്റ, അപ്പം അതെന്താ ബീറ്റ. ബീറ്റ എന്ന് പറഞ്ഞ രണ്ടാമത്തെ സൊല്യൂഷൻ അല്ലേ, അല്ലടാ. അതായത് എക്സിൻ്റെ രണ്ടാമത്തെ വാല്യൂ, എടാ ബീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ രണ്ടാമത്തെ സൊല്യൂഷൻ, അത് എക്സിൻ്റെ രണ്ടാമത്തെ വാല്യൂ അല്ലേ. അപ്പോൾ എക്സ് എന്താണ് അടുത്തത് 1/2 - √2. ആ 1/2 - √2 ഒന്നുകൂടി വൃത്തിയാക്കി എഴുതാം. എക്സ് ഈക്വൽ 1/2 - √2. മോളും താഴെ ഞാൻ 2 + √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എന്തായി മാറി 2 + √2. എടാ 2 - √2 × 2 + √2 എന്താ a - b × a + b അല്ലേ. അത് a² - b² അല്ല. അപ്പം എന്ത് വരും 4 - 2. ഇതെന്താ 2 + √2/2 അല്ലേ. ഇതെന്താ വരിക 2/2 1 + √2/2 1/√2. ഇതല്ലേ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് കിട്ടിയടാ, എക്സിൻ്റെ ഒരു വാല്യൂ ആരാ 1 ഓൾറെഡി കിട്ടി, രണ്ടാമത്തെ വാല്യൂ ആരാ 1 + 1/√2 ആണ്. ഇങ്ങനെയാണ് സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുക. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ -b ± √(b² - 4ac/2a എന്ന് ചെയ്താലേ ഒന്ന് ആലോചിച്ച് നോക്ക്. എ ഇത്രയും വലിയ ആളാണ്, ബി ഇത്രയും വലിയ ആളാണ്, സി 2 ആണ്, അത് ഈസിയാണ്. പക്ഷേ ഇത് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന പരിപാടിയല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചില ടെക്നിക്സ് യൂസ് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റും, എക്സാംസിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കിട്ടിയ വാല്യൂ എന്താ, എക്സിൻ്റെ വാല്യൂ 1 ആവാം, അല്ലെങ്കിൽ എന്താവാം 1 + 1/√2 ആവാം. ഇതേപോലെ ആരെ കണ്ടുപിടിക്കാം, വൈ കണ്ടുപിടിച്ചൂടാ. വൈ ആരവിടെ നമുക്കറിയാം. വൈ കാണാനുള്ള ഇക്വേഷൻ എന്താ, ഇതല്ലേ. വൈ ആരാ, വൈ ഈസ് √2 - √2 - 1 എക്സ് അല്ലേ. വൈ ആരാ, വൈ ഈസ് √2 - √2 - 1 എക്സ്. ആദ്യം ഞാൻ എക്സിന് 1 കൊടുക്കുക. എടാ എക്സിന് 2 വാല്യൂസ് അല്ലേ, വൈക്കും കറസ്പോണ്ടിങ് വാല്യൂസ് ഉണ്ടാവില്ലേ. എക്സിന് 1 കൊടുത്താൽ വൈ എന്താ വരിക, വൈ ഈസ് √2 - √2 - 1 എക്സ് 1 ആണ് അല്ലേ. √2 പോകില്ലേ, -1 എന്താ 1. അപ്പോൾ എക്സ് 1 ആകുമ്പം വൈ 1 ആണ്. അങ്ങനെ ആ കോംപ്ലക്സ് നമ്പർ എന്താ, കോംപ്ലക്സ് നമ്പർ x + i y അല്ലേ. 1 - 1 ആയെന്താ 1 + i വരും. z is 1 + i അല്ലേ. അടുത്ത കേസ് എക്സിന് 1 + 1/√2 കൊടുത്താൽ y എന്ത് വരിക, y = √2 - √2 - 1 × x ആരാ 1 + 1/√2. ദാറ്റ് ഈക്വൽ y = √2 ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, √2 × 1 √2, √2 × 1/√2 1, -1 × 1 -1, -1 × 1/√2 -1/√2 ആണ് വരിക അല്ലേ. അപ്പം എന്താടാ 1 ഉം 1 ഉം പോലെ, √2 ഉം പോലെ, -1/√2 എന്താ 1/√2 അല്ലേ അല്ലേ. അപ്പം എന്ത് കിട്ടി, എക്സ് 1 + 1/√2 ആകുമ്പം y ആരാ വെറും 1/√2 ആണ് അല്ലേ. അവിടെ എക്സും വൈ കിട്ടിയില്ലേ. അപ്പോൾ അവിടെ കോംപ്ലക്സ് നമ്പർ ആരാ, z = 1 + 1/√2 + 1/√2 i. ഇതും കിട്ടി നമുക്ക്. സോ ആ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്താൽ ആ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് കോംപ്ലക്സ് നമ്പർ കിട്ടി. എന്താണ്, ഒന്ന് z = 1 + i ആണ്, മറ്റേതോ z = 1 + 1/√2 + 1/√2 i ആണ്. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ, അടുത്ത് നോക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്തിയില്ലല്ലോ. ഇനി എന്താ പറയുന്നത്, മോഡ് z1 = മാക്സിമം മോഡ് z, മോഡ് z2 = മിനിമം മോഡ് z. അതായത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, മോഡ് z1 ഉം മോഡ് z2 ഉം കാണാം. ആ മോഡ് z1 ഉം മോഡ് z2 എന്താ, എടാ നമുക്ക് സെഡുകൾ കിട്ടിയില്ലേ, 2 z കിട്ടിയില്ലേ. ആ 2 z-ൽ മോഡുലസ് എടുത്താൽ ആരാണോ മാക്സിമം അതാണ് മോഡ് z1, ആരാണോ മിനിമം അതാണ് മോഡ് z2. മാറിപ്പോരുത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ രണ്ട് കേസിലും ഒരു കേസ് z = 1 + i. ഫസ്റ്റ് നമുക്ക് കിട്ടിയ 2 പേരിലാണ് z. ഒന്ന് z എന്താ 1 + i, മറ്റേ z ആരാ, z ഈസ് 1 + 1/√2 + 1/√2 i ആണ്. എടാ ഇങ്ങനെ 2 z ഇല്ലേ, ഈ 2 z-ൽ മോഡ് z കണ്ടുപിടിക്കുക. ആ മോഡ് z-ൽ ആരാണോ മാക്സിമം അല്ലേ, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ആരാണോ മാക്സിമം അത് മോഡ് z1 ആണ്, ആരാണോ മിനിമം അതെന്താ മോഡ് z2 ആണ്. അപ്പം എന്താ വരിക, യെസ് ഇയാളുടെ മോഡ് z എടുക്കുക. എന്താ വരിക, √1² + 1² √2 ആണ് അല്ലേ. ഇയാൾ മോഡോ √1 + 1/√2 സ്ക്വയർ + 1/√2 സ്ക്വയർ എന്താ 1/2 അല്ലേ. ഇതെന്താ വരിക, √1 + 2/√2 എന്താ 1/√2 + 1/2 + 1/2 അല്ലേ അല്ലേ. അപ്പം എന്താ വരിക, എടാ 1/2 + 1/2 1 അല്ലേ, 1 + 1 2 അല്ലേ. അപ്പം എന്താ വരിക 2 + 1/√2 അല്ലേ. എടാ ഇത് √2 + 1/√2 ആരാ മാക്സിമം,
ഇയാളല്ലേ മാക്സിമം. ഇവിടെ 1/√2 എക്സ്ട്രാ വരുന്നില്ലേ, അപ്പോൾ അയാളല്ലേ മാക്സിമം വരിക. സോ ഇയാൾ മാക്സിമം, ഇയാൾ മിനിമം. അപ്പോൾ ആരാ Z1? മാക്സിമം അല്ലേ Z1 വരിക, മാക്സിമം Z1, മിനിമം എന്താ Z2 ആണ്. സോ ഇതാണ് നമ്മുടെ Z1. അപ്പോൾ ഇതാണ് നമ്മുടെ Z2. ഇതാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഓക്കെ, Z2 ആയി, Z1 ആയി, Z2 ആയി, Z1 ആയി. ഇനി ആരെ കണ്ടുപിടിക്കണം നമുക്ക് നോക്കാം. യെസ്, √2 ഇൻറ്റു Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ. മോഡുലസ് ഓഫ് √2 ഇൻറ്റു Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ കാണും. സോ മോഡുലസ് ഓഫ് √2 ഇൻറ്റു Z1 ആരാ, ഇയാളല്ലേ, എന്താ വരിക 1 + 1/√2 പ്ലസ് 1/√2 i മൈനസ് Z2 ആരാ, ഇയാളല്ലേ, എന്താ വരിക 1 + i. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. എന്താ വരിക √2 ഇൻറ്റു 1 √2, √2 ഇൻറ്റു 1/√2 പ്ലസ് 1 പ്ലസ് √2 ഇൻറ്റു 1/√2 1i മൈനസ് ഓഫ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ -1 - i അല്ലേ. എടാ ഐയും പോവില്ലേ, 1ഉം 1ഉം പോവില്ലേ, ബാക്കി ആരെ വരിക √2 അല്ലേ. നമുക്ക് കാണേണ്ടതാ ഈ കാണുന്ന ആളുടെ സ്ക്വയർ അല്ലേ, ഈ കാണുന്ന ആളുടെ സ്ക്വയർ. അപ്പോൾ √2ൻ്റെ സ്ക്വയർ അല്ലേ വേണ്ടത്, ആൻസർ എന്താ 2 ആണ്. അപ്പോൾ ഇവിടെ കുറച്ചധികം ചെയ്യാനുണ്ട്, പക്ഷേ കൺസെപ്റ്റുകൾ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 ഇക്വേഷൻ ഉണ്ട്, 2 ഇക്വേഷൻ സോൾവ് ചെയ്യുക. Z കിട്ടി, 2 Z കിട്ടി. ആ 2 Zൽ ആരാണ് മാക്സിമം, അത് Z1 ആണ്. ആരാണ് മോഡുലസ്, ആരാണ് മിനിമം, അത് Z2 ആണ് അല്ലേ. അത് കണ്ടുപിടിച്ച് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസറായി. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സോ ഇതാണ് 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.